ഹലോ ഫ്രണ്ട്സ്, പത്തരമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ കനകയും ഗോവിന്ദനും കൂടെ പച്ചക്കറിയൊക്കെ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. പാർട്ടി നടത്താനുള്ളതല്ലേ. അന്നേരം അങ്ങോട്ടേക്ക് നയനെ ആദർശം കൂടെ വരുന്നത്. അപ്പോൾ അവരെ കാണുന്നത് ഗോവിന്ദനും കനകയുടെ മുഖം അങ്ങ് മങ്ങുവേ. അവരകത്ത് കയറി വരുന്നുണ്ട്. നയനെ ചോദിക്കുകയാണ്, ആഹാ രണ്ടുപേരൂടെ ഇരുന്ന് പച്ചക്കറിയൊക്കെ അരിയുവാണ് എന്ന് ചോദിക്കുമ്പോൾ ഗോവിന്ദൻ മോള് വന്നോ എന്ന് ചോദിക്കും. ആദർശനെ കണ്ടതായിട്ട് പോലും ഭാവിക്കുന്നില്ല കേട്ടോ. അന്നേരം നയനമോള് മാത്രമല്ല മരുമോന് വന്നു, അച്ഛൻ എന്താ കണ്ടില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ കനക പറയുവാണ്, അതിപ്പോൾ അങ്ങനെയല്ലേ വരുള്ളൂ. പണ്ട് അഭിയാണ് തെറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, അന്ന് അവനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു. ആരാണോ തെറ്റ് ചെയ്യുന്നത് അയാളെ കുറ്റം പറയും. ചിലപ്പോൾ മാറ്റി നിർത്തിയെന്നിരിക്കും. അതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഒരാളുടെ കാര്യത്തിൽ മാത്രം അതിന് മാറ്റമൊന്നും വരത്തില്ല എന്നൊക്കെ ഇങ്ങനെ കനക പറയും കേട്ടോ. അന്നേരത്തേക്ക് ആകെ വിഷമാവുന്നുണ്ട് നയനയ്ക്ക്. അന്നേരമാണെങ്കിൽ നയന ചോദിക്കുമ്പോൾ അമ്മേ നന്ദു എന്ത് ചെയ്യുന്നു ഇങ്ങനെ ചോദിക്കുമ്പോൾ നന്ദു അകത്തുണ്ടെന്ന് പറയും. നയന അകത്തേക്ക് പോവുകയാണ്. അന്നേരം ഗോവിന്ദൻ പറയും, ഇവർക്ക് കുടിക്കാനുള്ള എന്തെങ്കിലും എടുക്കുക എന്ന് പറയുമ്പോൾ കനക അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും കേട്ടോ. അന്നേരം ആദർശ് അവിടെ ഇരിക്കും. ആദർശിനെ മൈൻഡ് ചെയ്യുന്ന പോലുമില്ല ഗോവിന്ദൻ. എന്നിട്ട് ആദർശിനെ ഇങ്ങനെ മുഖത്ത് പോലും നോക്കാതെ ഇങ്ങനെ ഗോവിന്ദൻ ചോദിക്കുകയാണ്, ഇപ്പോൾ ബിസിനസ്സൊക്കെ എങ്ങനെയുണ്ട് ആദർശേ എന്നിങ്ങനെ ചോദിക്കും. അന്നേരം ആദർശ് ഒരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ, അല്ല ആദർശിൻ്റെ മാനസിക സ്ഥിതി ഇപ്പോൾ ശരിയായിരിക്കില്ല എന്നെനിക്കറിയാം. അങ്ങനെയുള്ളപ്പോൾ ബിസിനസ്സിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് ചോദിച്ചത് എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, എൻ്റെ മനസ്സിന് യാതൊരു പ്രശ്നവും ഇല്ല, അതുകൊണ്ട് ബിസിനസ്സിന് ഒരു കുഴപ്പമില്ല. മഴക്കാലം ആയതുകൊണ്ട് ചെറുതായിട്ട് ബിസിനസ് കുറവാണ്, പക്ഷേ അത് ഓണമാകുമ്പോൾ മെയിൻറ്റെയിൻ ചെയ്യും. വിഷുവിനെ പോലെ തന്നെ റെക്കോർഡ് കളക്ഷൻ വരാനുള്ള സാധ്യതകളുണ്ട് എന്ന് പറയുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, കളക്ഷനൊക്കെ കൂടിക്കൂടി പണം ഒരുപാട് കുമിഞ്ഞു കൂടിയിട്ട് കാര്യമൊന്നുമില്ല. എല്ലാവർക്കും ജീവിതത്തിൽ ചില എത്തിക്സ് വേണം, അതില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നിങ്ങനെ പറയും കേട്ടോ. ആദർശനാണ് ഇതൊക്കെ കേട്ടിട്ട് ആകെ അങ്ങ് വിഷമാവുന്നുണ്ട്. പക്ഷേ ഒന്നും തുറന്നു പറയാൻ പറ്റത്തില്ലല്ലോ. ഏതായാലും ഇതിൻ്റെ കൂടെ ഗോവിന്ദൻ പറയുന്നുണ്ട്, ഒരു ബ്രാഞ്ച് അവയെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞത് നന്നായി. ഇനിയിപ്പോൾ ഓരോ ബ്രാഞ്ച് ഓരോരുത്തരെ ഏൽപ്പിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ബിസിനസ് കൈവിട്ടു പോകും എന്നൊക്കെ പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, എനിക്കൊരു പ്രശ്നവും ഇല്ല. എന്തൊക്കെയാണെങ്കിലും ബിസിനസ്സെല്ലാം എൻ്റെ മേൽനോട്ടത്തിൽ തന്നെയായിരിക്കും. അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് എനിക്കറിയാം. ആദർശ് പറയുന്നുണ്ട്. ഈ സമയം നയനാകത്തോട് ചെല്ലായിരുന്നല്ലോ. അന്നേരം നന്ദുവിന് ഭയങ്കര സന്തോഷം. എങ്ങനെയുണ്ടായിരുന്നു മോളെ ആദ്യത്തെ ദിവസം എന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമില്ലായിരുന്നു എന്ന് നന്ദു പറയുന്നുണ്ട്. എന്നിട്ട് ആദർശേട്ടൻ എന്ത് ചെയ്യുന്നു ഇങ്ങനെ ചോദിക്കുമ്പോൾ ആദർശേട്ടൻ പുറത്തുണ്ട്. ആദർശേട്ടനെ ശരിക്കും മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല അച്ഛനും അമ്മയും. അതിൻ്റെ വിഷമമുണ്ട് ആദർശേട്ടന് എന്നിങ്ങനെ പറയുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, ഞാൻ രണ്ടുപേരോട് പറഞ്ഞതാണ് വിളിച്ചു വരുത്തി അപമാനിക്കരുത്, മാന്യമായിട്ട് പെരുമാറണം എന്നൊക്കെ. എത്ര പറഞ്ഞാലും അവർക്കൊന്നും മനസ്സിലാകില്ല എന്നിങ്ങനെ നന്ദു പറയുമ്പോഴേക്കും നയന പറയുന്നുണ്ട്, ഞാനും പലതവണ അവരോട് പറഞ്ഞു, പക്ഷേ അവരിതൊന്നും കേൾക്കുന്ന മട്ടില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, അവരെയും കുറ്റം പറയാൻ പറ്റില്ല ചേച്ചി. ആദർശേട്ടൻ അത്രത്തോളം അവരെ സ്നേഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദർശേട്ടൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ആദർശേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം, അതുപോലെ നയനേച്ചിക്കും അറിയാം. പക്ഷേ അത് തെളിയിക്കാൻ പറ്റുന്ന തെളിവുകളൊന്നും നമ്മുടെ കയ്യിലില്ലല്ലോ, അല്ലെങ്കിൽ അത് തെളിയിക്കുകയായിരുന്നു വേണ്ടത് എന്നിങ്ങനെ പറയുമ്പോൾ നയന പറയുന്നുണ്ട്, അതിനിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നത്? ആദർശേട്ടനെ എനിക്ക് വിശ്വാസമാണ്, അത് മതി എന്ന് പറയുമ്പോൾ അതെ അതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ ആദർശേട്ടൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്നുള്ളത് നമ്മൾ തെളിയിക്കേണ്ടേ? അതിനെപ്പറ്റി ആദർശേട്ടൻ എന്താ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട്, ആദർശേട്ടൻ എന്നോട് പറഞ്ഞു അത് ആദർശേട്ടൻ്റെ കുട്ടിയല്ല എന്ന്, തൽക്കാലം ഇത് ആരോട് പറയണ്ട എന്നും പറഞ്ഞു എന്നിങ്ങനെ പറയുക. അന്നേരം നന്ദു ചോദിക്കുന്നുണ്ട്, അത് നയനേച്ചി വിശ്വസിച്ചോ? ആദർശേട്ടൻ്റെ സ്വഭാവം വെച്ച് ആദർശേട്ടൻ അത് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ആ ഒരു വിശ്വാസം എനിക്കുമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകാത്തത് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നയനയ്ക്ക് ടെൻഷനാട്ടോ. കാരണം ഇനി ഇങ്ങോട്ട് വരാൻ പോകുന്നത് അഭിയും നവ്യയാണ്. നവ്യയുടെ നാക്കിൻ്റെ ബലം അറിയാവുന്നത് കൊണ്ട് തന്നെ നയന പറയുന്നുണ്ട്, ചേച്ചി വന്നു കഴിഞ്ഞാൽ ചേച്ചി അമ്മയുടെ കൂടെ കൂടും, ഇനി എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നതെന്ന് അറിയത്തില്ല, ആദർശേട്ടൻ ആകെ വിഷമമാകും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഈ സമയം ചന്തുമോൾക്ക് ആകെ വിഷമാട്ടോ അനന്തപുരിയിലെ. കാരണം നയനയെ കാണാനായിട്ട് പറ്റുന്നില്ലല്ലോ. അന്നേരം വിഷമിച്ചിരിക്കുമ്പോഴേക്കും ദേവേനെ അടുത്തേക്ക് വരും. എന്നിട്ട് എന്താ മോളെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നയനാമ എപ്പോഴാണ് വരുന്നത് എന്ന് ചോദിക്കും. അന്നേരം നയനാമയുടെ വീട്ടിൽ പോയതല്ലേ, കുറച്ച് കഴിയുമ്പോഴേക്കും വരും കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അത് കേട്ടുകൊണ്ടാണ് ജലജ അങ്ങോട്ട് വരുന്നത്. അന്നേരം ജലജ പറയുന്നുണ്ട്, സ്വന്തം അച്ഛനെ അന്വേഷിക്കുകയല്ല അമ്മ എന്ന് പറഞ്ഞ് നയനയുടെ പുറകെ നടക്കുക, അവളും അവനെ തന്നെയാണ് ഇതിൻ്റെയൊക്കെ മനസ്സിന് വളം വെച്ച് കൊടുക്കുന്നതെന്ന് എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ദേവേനെ പറയുന്നുണ്ട്, നീയും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ, നീ ഒരു അനാഥയായിരുന്നു. ആ സമയത്ത് ഇവിടെ വന്ന് കഴിഞ്ഞാൽ അമ്മയുടെ പുറകെ ആയിരുന്നു. എൻ്റെ അമ്മ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നീ അങ്ങ് മറന്നുപോയോ, ഓർത്തെടുക്കുന്നത് നല്ലതാണ് എന്ന് പറയുമ്പോഴേക്കും ഏട്ടത്തി എന്തിനാ എന്നോട് എന്നെപ്പറ്റി അങ്ങനെയൊക്കെ പറയുന്നത്? പലപ്പോഴും ഞാൻ അനാഥയാണ് എന്ന് പറഞ്ഞ് എന്നെ ചവിട്ടി തേക്കാനായിട്ട് ഏട്ടത്തി ശ്രമിച്ചിട്ടുണ്ട്, അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ദേവേനി പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും നീ ഒരു അനാഥയാണ് എന്ന് പറഞ്ഞ് നിന്നെ ചവിട്ടി തേക്കാൻ ശ്രമിച്ചിട്ടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിൻ്റെ അഹങ്കാരം അത്രയും കൂടി നിൽക്കുമ്പോൾ മാത്രമേ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. ഈ കുടുംബത്തിലേക്ക് കയറി വന്നതിന് ശേഷം ഈ
കുടുംബത്തിലുള്ളവരെ തമ്മിൽ തല്ലിക്കാനായിട്ട് നീ ശ്രമിക്കുമ്പോഴാണ് എനിക്ക് അങ്ങനെ പറയേണ്ടി വരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും ഏട്ടത്തി ഒരുപാട് വിശ്വസിച്ച ഏട്ടത്തിയുടെ മോനല്ലേ ഇപ്പം ഏട്ടത്തിയുടെ മുഖത്ത് കരിവാരി തേച്ചത്, അത് ഏട്ടത്തിയുടെ മനസ്സിൻ്റെ ആണ് എന്നിങ്ങനെ പറയുമ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, അവൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് എനിക്കറിയാം. ഞാൻ വല്ല വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെളി നിൻ്റെ മുഖത്തായിരിക്കും പറ്റാൻ പോകുന്നത്, അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാതെ ഇരിക്കുന്നതാണ് നിനക്ക് നല്ലത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും ജലജ ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ എൻ്റെ മുഖത്ത് ചെളി പറ്റുന്നത്, ഏതായാലും എൻ്റെ അഭി തെറ്റൊക്കെ ചെയ്യുമെങ്കിലും ഇതുപോലെ ഒരു തെറ്റ് ചെയ്തിട്ടൊന്നുമില്ല, അതുകൊണ്ട് അങ്ങനെ ഒന്നും സംഭവിക്കാനും പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ജലജ സ്വാഭാവികമായിട്ടും കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമല്ലോ, അതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പുറത്തേക്ക് അങ്ങ് ഇറങ്ങി പോകുന്നു. പോയി കഴിയുമ്പോഴേക്കും ദേവയാനിക്ക് നല്ല ദേഷ്യമാട്ടോ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് മോൾക്കും ആകെ വിഷമാകും. അന്നേരം ദേവയാനി മോളോട് പറയുന്നുണ്ട്, മോൾ ഇതൊന്നും കണ്ട് വിഷമിക്കേണ്ട കേട്ടോ, ആ പോയ മുത്തശ്ശിയെ ഒരു ചീത്ത മുത്തശ്ശി എന്ന് പറയുമ്പോൾ അതെനിക്ക് അറിയാമെന്ന് പറഞ്ഞ് മോളും ചിരിക്കുവാണ്. പിന്നെ കാണിക്കുന്നത് നവ്യ അഭിയും കൂടി ഇങ്ങനെ അങ്ങോട്ട് വരുക കേട്ടോ. അപ്പോൾ അവരുടെ വണ്ടിയുടെ ഹോണടിയൊക്കെ കേൾക്കുമ്പോഴേക്കും ഇവരിങ്ങനെ ഇറങ്ങി വരുന്നത് കാണുമ്പോഴേക്കും ഗോവിന്ദൻ്റെ മുഖത്ത് നല്ല ചിരിയും തെളിമയും ഒക്കെ വന്നു കേട്ടോ. ഇത് കാണുന്ന ആദർശനാകെ വിഷമാകുന്നുണ്ട്. ആദർശ് വന്നപ്പോൾ മൈൻഡ് ചെയ്തു പോലും ഇല്ലല്ലോ. ഏതായാലും അവരകത്തേക്ക് കയറി വരുമ്പോഴേക്കും കനക അതുപോലെ നന്ദു എല്ലാവരും കൂടെ പുറത്തേക്ക് വരുന്നു. കനക ഓടി വന്ന് അയ്യോ എൻ്റെ പൊന്നുമോനെ എന്ന് പറഞ്ഞിങ്ങനെ കുഞ്ഞിനെ എടുക്കുന്നു. അത് കഴിഞ്ഞ് നന്ദു എടുക്കുന്നു. ഭയങ്കരമായിട്ട് എല്ലാവരും കൂടെ കളിപ്പിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ ആദർശനാകെ വിഷമം. കാരണം ആദർശനാരും മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല. അന്നേരം അഭി ചോദിക്കുകയാണ് നന്ദുവിനോട്, മോൻ ആരെ പോലെയാ, എന്നെ പോലെയാണോ അതോ നവ്യ പോലെയാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം നന്ദുവിനോട് ചോദിക്കുമ്പോഴേക്കും അന്നേരം നന്ദു നോക്കിയിട്ട് ഇങ്ങനെ അഭിയേട്ടനെ പോലെ എനിക്ക് തോന്നുന്നത് എന്നിങ്ങനെ പറയും. അന്നേരം നവ്യ പറയും, ഞാനും പറയാറുണ്ട് അവനൊരു അച്ഛൻ മോനാണ് എന്ന് പറയാറുണ്ട് എന്ന് പറയും. അന്നേരത്തേക്ക് അയ്യോ മോൻ അച്ഛൻ മോനാണോ അത് അമ്മ മോനാണോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കളിപ്പിക്കുകയാണ് കേട്ടോ. അന്നേരം അഭി പറയും, അപ്പോൾ അനന്തപുരിയിൽ പുതിയതായിട്ട് വന്ന കൊച്ചുമക്കൾ രണ്ടും അച്ഛന്മാരുടെ ചായയല്ലേ, ഇവൻ എൻ്റെ ചായയും വീട്ടിലെ ചന്തുമോൾക്ക് ആദർശേട്ടൻ്റെ ചായയും അല്ലേ, അതേതായാലും നന്നായി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ആദർശന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ആദർശ നയനയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നു. നയന ഒന്നും മിണ്ടുന്നില്ല. പിന്നെ വാ തുറക്കുകയാണല്ലോ ആ സാധനം, അതുകൊണ്ട് ഇവരിങ്ങനെ കുത്തി പറയുന്നതെല്ലാം കേട്ട് മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. അത്രയും കേട്ട് കഴിഞ്ഞ് കനകയ്ക്ക് മതി. കനകയ്ക്ക് ദേഷ്യം വരുന്നു. കനക പെട്ടെന്ന് അടുക്കളയിലേക്ക് ഇങ്ങനെ പോവുകയാണ്. അപ്പം നവ്യ ഞാനും വരുവാണെന്നും പറഞ്ഞിങ്ങനെ അവൻ അടുക്കളയിട്ട് അങ്ങ് പോവുകയാണ്. അവർ പോയി കഴിയുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, ആദർശേട്ടന് ഒരു ചെറിയ വീഴ്ച പറ്റിയതായിരിക്കും, എല്ലാവരും ആദർശേട്ടനെ ഒറ്റപ്പെടുത്തുവാണ്, ഇങ്ങനെ ചെയ്യരുത്, ഞാൻ പറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ അന്നേരം ആദർശ് പറയുന്നുണ്ട്, എനിക്കതൊന്നും കുഴപ്പമില്ല, കാരണം മോളുടെ ചേച്ചി എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്, അതൊരു വലിയ കാര്യമാണ്. പിന്നെ എൻ്റെ അമ്മയെ എന്നെ ഇപ്പോൾ കുറ്റപ്പെടുത്താറില്ല, മുത്തശ്ശനും മുത്തശ്ശിയും ബാക്കി എല്ലാവരും എന്നോടൊപ്പം നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇതൊന്നും വലിയ പ്രശ്നമായിട്ട് തോന്നാറില്ല. മോളെ പലരും ഇപ്പോൾ എന്നെ വെറുക്കുന്നത് തെറ്റിദ്ധാരണ മൂലമാണ് എന്ന് പറയുമ്പോഴേക്കും ഗോവിന്ദൻ പറയുന്നുണ്ട്, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറ്റണം, അല്ലെങ്കിൽ ആ തെറ്റിദ്ധാരണ കൂടിക്കൂടി വരികയല്ലേ ഉള്ളൂ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഇത്രയും പറഞ്ഞിട്ട് ഗോവിന്ദനെ അങ്ങോട്ട് എഴുന്നേറ്റ് പോകുന്നു. നായനയും പോകും കേട്ടോ. പോയി കഴിയുമ്പോഴേക്കും നന്ദു ചോദിക്കുന്നുണ്ട്, ആദർശേട്ടനോട് ശരിക്കും എന്താ ആദർശേട്ട സംഭവിച്ചത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അന്നേരം ആദർശ് ചോദിക്കുകയാണ് നന്ദുവിനോട് തിരിച്ച്, അഭി പറഞ്ഞല്ലോ ആ കുട്ടിക്ക് ചന്തുമോൾക്ക് എൻ്റെ ഷേപ്പ് ഉണ്ട് എന്ന്, നന്ദുവിന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം നന്ദു പറയും, എനിക്ക് തോന്നിയിട്ടില്ല, ആ കുട്ടി ഒരിക്കലും ആദർശേട്ടൻ്റെ അല്ല എന്ന് എനിക്കറിയാം, എന്താ ആദർശേട്ടൻ സംഭവിച്ചത് തുറന്ന് പറയുന്നിങ്ങനെ പറയുക. അന്നേരം ആദർശ് പറയുന്നുണ്ട്, നന്ദുവിന് ഏതായാലും അത്രയും തോന്നിയല്ലോ, അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് പറയാണ് നന്ദു ഒരു നല്ല പോലീസ് ഓഫീസർ ആകുമെന്ന് പറയും. അന്നേരം നന്ദു ചോദിക്കും, അതെന്താ ഞാൻ പറഞ്ഞത് ശരിയാവും, ഏതുകൊണ്ടാണോ ആദർശേട്ടൻ അങ്ങനെ പറയുന്നത്, എങ്കിൽ അതങ്ങ് തെളിയിച്ചാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇപ്പോൾ ഞാനൊന്നും പറയുന്നില്ല, കാരണം ഇപ്പോൾ എന്നെ നിയന്ത്രിക്കുന്നത് മോളുടെ ചേച്ചി നയനയാണ്, അവൾക്ക് മനുഷ്യന്മാരെ തിരിച്ചറിയാനുള്ള കഴിവ് എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് അറിയാം, അതുകൊണ്ട് അവൾ പറയുന്ന അനുസരിച്ചാണ് ഇപ്പോൾ ഞാൻ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും. പിന്നീട് കനകയാണ് കാണിക്കുന്നത്. കനക എല്ലാവർക്കും ഫുഡൊക്കെ ഇങ്ങനെ കഴിക്കാറായല്ലോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കറികളൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരമാണ് നവ്യ അങ്ങോട്ട് ചെല്ലുന്നത്. എന്നിട്ട് നവ്യ പറയുന്നുണ്ട്, അമ്മേ എൻ്റെ മോൻ ആ വീട്ടിൽ 2 സ്ഥാനമേ ഉള്ളൂ, അവനെ ശരിക്കും ആരും സ്നേഹിക്കുന്നില്ല, ആ വലിഞ്ഞു കയറി വന്ന പെൺകൊച്ചിനെ എല്ലാവരും പ്രാധാന്യം കൊടുക്കുന്നത്, അമ്മയുടെ മോള് പോലും അങ്ങനെയാണ് ചെയ്യുന്നത്, അവൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് എനിക്കറിയത്തില്ല, ആ ചതിയൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് നമ്മൾ ആരെങ്കിലും വിശ്വസിച്ചതാണോ എന്നിങ്ങനെ ചോദിക്കും. അന്നേരം ഇത് കേട്ടുകൊണ്ട് വന്ന നയനയാണെങ്കിൽ ഇതൊന്നും കേട്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ല. ആരെയും ചേച്ചി ചതിയൻ എന്ന് വിളിച്ചത്, എൻ്റെ ഭർത്താവ് ഒരു ചതിയും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും, കേട്ടോ അമ്മ ഇവൾ പറയുന്നത് കേട്ടോ, ഇവളുടെ തലയ്ക്കകത്ത് എന്താണെന്ന് എനിക്കറിയത്തില്ല, എത്ര പറഞ്ഞാലും ഇവൾക്ക് മനസ്സിലാകത്തുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നയന പറയുന്നുണ്ട്, എൻ്റെ ആദർശേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ബോധ്യമാണ്, എനിക്ക് ഉറപ്പുണ്ട്, നിങ്ങളിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത് ഇവിടെ വന്നപ്പോൾ തൊട്ട് എല്ലാവരും ആദർശേട്ടനെ ഒറ്റപ്പെടുത്തുകയും മാറ്റി നിർത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്, അതിൻ്റെ വിഷമം ആ മനുഷ്യനുണ്ട്, ഇനി ഇവിടെ കിടന്ന് സംസാരിച്ച് അതുകൂടെ ആ മനുഷ്യൻ്റെ ചെവിയിലോട്ട് എത്തിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്,
കേൾക്കട്ടെ, ഇതുപോലൊരു തെറ്റ് ചെയ്തിട്ടല്ലേ അബി ഇങ്ങനെ തെറ്റ് ചെയ്തായിരുന്നെങ്കിൽ ആരെങ്കിലും ഇതിൻ്റെ സൈഡ് നിൽക്കുമായിരുന്നോ? അവിടെ മുത്തശ്ശനും ഒക്കെ നിൻ്റെ കാല് പിടിച്ച് കാണും. കുടുംബം തകർക്കരുത് എന്ന് പറഞ്ഞ്, അതുകൊണ്ടല്ലേ നീ ഇതെല്ലാം സഹിച്ചിങ്ങനെ നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട്, മുത്തശ്ശനും എന്നോട് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല, ചെയ്തിട്ടുമില്ല. അങ്ങനെ തെറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരല്ല അവർ രണ്ടുപേരും എന്ന് പറയുമ്പോൾ കനക പറയുന്നുണ്ട്, അതൊന്നും നീ പറയണ്ട. അങ്ങനെ ആയിരുന്നെങ്കിൽ ആദർശന് എന്തെങ്കിലും ഒരു ശിക്ഷ അവർ കൊടുക്കില്ലായിരുന്നോ? അബി തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് അബിയെ ബിസിനസ്സിൽ നിന്ന്, അവൻ്റെ ജോലിയിൽ നിന്ന് തരം താഴ്ത്തിയിരുന്നതാണല്ലോ അവർ. അങ്ങനെ എന്തെങ്കിലും ആദർശനോട് ചെയ്തിട്ടുണ്ടോ എന്നിങ്ങനെ കനക ചോദിക്കുമ്പോൾ, അയ്യോ അങ്ങനെ ചെയ്യോ അമ്മേ, അത് അവരുടെ സ്വന്തം കൊച്ചുമോനും അബി വളർത്തുമോനുമാണല്ലോ, അല്ലേ, ആ ഒരു വ്യത്യാസമുണ്ട് എന്നിങ്ങനെ പറയും. അന്നേരം നയന ഇങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അത് കഴിഞ്ഞ് ദേഷ്യം വന്ന് കഴിയുമ്പോഴേക്കും നയന പറയുന്നുണ്ട്, ചേച്ചി ഇങ്ങനെ എന്നെ ചോടിപ്പിക്കാനായിട്ട് നിൽക്കണ്ട, അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ വായിൽ നിന്ന് പല സത്യങ്ങളും പുറത്തേക്ക് വരുമെന്ന് പറയുമ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട്, അങ്ങനെ എന്ത് സത്യമാണ് പുറത്തേക്ക് വരാനുള്ളത്? അങ്ങനെ ഒരു സത്യം ഉണ്ടെങ്കിൽ നീ അങ്ങ് എന്ന് പറയും. അന്നേരം ഇത്തിരി സ്വരമൊക്കെ അങ്ങ് കൂടി പോവുകയാണ്. അന്നേരം നയന പറയുന്നുണ്ട്, പറയുന്ന രീതികളും സംസാര ശൈലിയും സൗണ്ടും ഒക്കെ കൂടി പോകുന്നുണ്ട്, അതുകൊണ്ട് ആവശ്യമില്ലാത്ത സംസാരം നമുക്കിവിടെ നിർത്താം, അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും. അമ്മേ കറിയൊക്കെ എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ശരിയാകില്ല, ഞാൻ ഇവിടെ നിന്നാൽ ഒട്ടും ശരിയാകില്ല എന്ന് പറയുമ്പോഴേക്കും, ഞാനും ഇവിടെ നിന്നാൽ ശരിയാകില്ല, അതുകൊണ്ട് ഞാനങ്ങ് പോകാമെന്ന് പറഞ്ഞ് നവ്യ റൂമിൽ നിന്ന്, അവിടെ അടുക്കളയിൽ നിന്ന് അങ്ങ് പോകും കേട്ടോ. അപ്പോൾ നവ്യ പോയി കഴിയുമ്പോഴേക്കും അമ്മ എന്ന് പറഞ്ഞ് കനകയുടെ കയ്യിലേക്ക് ഇങ്ങനെ പിടിക്കാൻ ചെല്ലും. അന്നേരം കൈ അങ്ങ് തട്ടി മാറ്റും. എന്നിട്ട് പറയുന്നുണ്ട്, നീ കൂടുതൽ വർത്താനമൊന്നും പറയണ്ട, നവ്യ മോള് നിന്നെ കുറ്റപ്പെടുത്തുമൊന്നും അല്ലല്ലോ ചെയ്തത്, പറഞ്ഞ പോലെ നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞത്, എന്നിട്ടും നിനക്കതെന്താ മനസ്സിലാകാത്തത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും, എനിക്കൊന്നും മനസ്സിലാകില്ല, ഏതായാലും എൻ്റെ ആദർശേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ബോധ്യമുള്ളതുകൊണ്ട് നിങ്ങൾ ആരും എന്നെ ഇനി ഉപദേശിക്കേണ്ട എന്ന് പറയും. നേരെ കനക പറയുന്നുണ്ട്, ഇങ്ങനെ ഒരുത്തൻ്റെ അമ്മയ്ക്ക് വേണ്ടി നീ ഒരു ത്യാഗവും ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു, കാരണം ഇനി ഒരുപാട് കാലം ഒന്നും അവിടെ പിടിച്ചു നിൽക്കുകയില്ലല്ലോ, ആരും ഇങ്ങോട്ട് തന്നെ ഇനി പോരേണ്ടി വരും, ഒന്നും ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും നയന പറയുന്നുണ്ട്, ഒരിക്കലും ഇല്ല അമ്മേ, ഞാൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ വീട്ടുവളപ്പിൽ തന്നെ എന്നെ അടക്കുള്ളൂ, ഞാൻ ഇങ്ങോട്ട് വരത്തൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നയനയും ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് നവ്യ മോനെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുമ്പോഴേക്കും നവ്യയുടെ അടുത്തോട്ട് ഇങ്ങനെ ചെല്ലുവാണ് കേട്ടോ അബി. എന്നിട്ട് പിന്നെയും നവ്യയ്ക്ക് സ്ക്രൂ ചെയ്തിങ്ങനെ കൊടുക്കുക കേട്ടോ. ആദർശേട്ടൻ ഇങ്ങോട്ട് വന്നതുകൊണ്ട് നേരാവണ മനുഷ്യന് ശ്വാസം മുട്ടലില്ലാതെ നിൽക്കാനായിട്ട് പറ്റുന്നില്ല, എന്തൊരു ബുദ്ധിമുട്ടാണെന്ന് അറിയാമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നവ്യയും പറയുന്നുണ്ട്, അച്ഛനും അമ്മയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, ഈ പ്രശ്നത്തിന് ശേഷം അവർ നേരാവണ്ണം ഭക്ഷണം പോലും കഴിക്കാറില്ല, വിഷമം കാരണം അതിൻ്റെ ക്ഷീണം അവർക്കുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും പിന്നെ സ്ക്രൂ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതങ്ങനെയാണ് ഇങ്ങനെയാണ്, ഏതായാലും ആദർശം അവൻ ഇങ്ങനെ ചെയ്തല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നവ്യനെ ചൂട് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നവ്യ പറയുന്നുണ്ട്, ഞാൻ ആ മനുഷ്യനെ ഒരുപാട് സ്നേഹിക്കുക വിശ്വസിക്കുകയൊക്കെ ചെയ്തായിരുന്നു, അതുകൊണ്ട് എനിക്ക് അയാളുടെ മുഖം കാണുന്നത് പോലും ഇഷ്ടമല്ല, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോൾ പോലും ബുദ്ധിമുട്ടാണ്, പിന്നെ നന്ദു വിളിച്ചതല്ലേ ഒരു പാർട്ടിക്ക്, അതുകൊണ്ട് വരാതിരിക്കാൻ പറ്റില്ലാത്തത് കൊണ്ടാണ് വന്നത്, ഇനിയിപ്പോൾ അങ്ങോട്ട് ചെല്ലുകയും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യണേ, ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും, എന്ത് ചെയ്യാനാ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ഏതായാലും നീ അടുക്കളയിലേക്ക് ചെല്ല്, എന്നിട്ട് അമ്മയൊന്ന് സഹായിക്കുക, അവരുടെ ആ വിഷമം നിനക്കറിയാലോ, ഒന്ന് അവരെ ആശ്വസിപ്പിക്കുക, ഒക്കെ ഇങ്ങനെ ചെയ്യുക എന്നിങ്ങനെ പറഞ്ഞ് നവ്യനെ അവിടെ നിന്ന് പറഞ്ഞു വിടും. അന്നേരം നവ്യ മോനെ നോക്കിക്കോണം കേട്ടോ എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അന്നേരം മോൻ തൊട്ടിൽ തന്നെ ഇങ്ങനെ കിടപ്പുണ്ട്. അന്നേരം മോനോട് പോയി അബി പറയുകയാണ്, എടാ എനിക്ക് നിന്നോട് പോലും ഒരു കൂറ സ്നേഹമൊന്നുമില്ല, അതുപോലെ തന്നെയാണ് നിൻ്റെ അമ്മയുടെ വീട്ടുകാരോടും, അത് അവർക്കറിയത്തില്ലെന്ന് മാത്രം, അത്രയേ ഉള്ളൂ എന്നിങ്ങനെ മോനോട് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആബിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.